ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാനത് വോയിസ് ഓവർ കൊടുക്കാട്ടോ ചെയ്തത്. നമ്മൾ പോയത് ജനുവരി 26 ആണ് സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി 26 രാത്രി 12 മണിക്ക് എടുക്കുന്ന ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ നമ്മൾ നേരെ പോയത് രാജസ്ഥാനിലെ ജയ്പൂരിലേക്കാണ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പൈസ കുറവാണ്. പക്ഷേ ഇവിടുന്ന് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിനാണ് പൈസ കൂടുതൽ. അപ്പം നമ്മൾ വെച്ച് ട്രെയിനിൽ പോവാം. അപ്പം 1.5 ദിവസം വേണ്ടി വരും. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അജ്മീറിൽ എൻഡ് ചെയ്യുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് എ സി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചിട്ട് സെക്കൻഡ് എ സി ആയിരുന്നു ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് 2 പേർക്കും ടിക്കറ്റ് എടുത്തു. എന്നിട്ട് സെക്കൻഡ് എ സി ലോവർ ബർത്ത്, എനിക്ക് ട്രെയിനിലെ ലോവർ ബർത്ത് സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ലോവർ ബർത്ത് സീറ്റാണ് എടുത്തത്. അതൊക്കെ നമുക്ക് ഏജൻറ്റ് തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്ത് തന്നത്. അവരത് ഓപ്പൺ ആകുമ്പോൾ, കാരണം ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് നേരത്തെ എത്രയോ ദിവസം മുന്നേ ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 60 ദിവസം മുന്നേ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് 60 ദിവസം മുന്നേ മാത്രമേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ടൈം നോക്കിയിട്ട് അവരെന്നെ ബുക്ക് ചെയ്യുന്നു. കാരണം ഇതൊക്കെ വേഗം ഫില്ലാവും. രാജസ്ഥാനിലേക്ക് ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ ആ കൂപ്പയിൽ നിറച്ച്, എനിക്ക് തോന്നുന്നു അധിക പേരും മലയാളീസ് ആയിരുന്നു. കാരണം രാജസ്ഥാനിൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾ ഒരുപാടാണ്. അവിടുത്തെ ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൻറ്റിമാരും അവർ വർക്ക് ചെയ്തിട്ട് പിന്നെ അവർ ജോലി മീൻസ് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്ഥലം മേടിച്ച് അവിടെ തന്നെ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫാമിലിനെ ഞങ്ങൾ ട്രെയിനിൽ കണ്ടു. അപ്പോൾ ഏകദേശം 1.5 ദിവസം ഉണ്ട്. അപ്പോൾ അവരോട് കുറേ സംസാരിച്ച് അവരുമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, രാജസ്ഥാൻ ഞാൻ വിചാരിച്ച പോലെയല്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് രാജസ്ഥാൻ മരുഭൂമിയൊക്കെയുള്ള സ്ഥലമല്ലേ, ഭയങ്കര ചൂടായിരിക്കും, ഈ സമയത്തൊരു ചൂട് കുറവേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ 23 ഡിഗ്രി സെൽഷ്യസ് 13 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോകുന്ന തണുപ്പ് നന്നായിട്ടുണ്ടാവുന്നൊരു ടൈമാണ് ഈ ജനുവരി, ഫെബ്രുവരി, ഡിസംബർ മാസമൊക്കെ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഒരു 5 ഡേയുടെ ട്രിപ്പാണിത്. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ജയ്സാൽമീറിന് ട്രെയിൻ കയറി ഡൽഹിക്കാണ്. ഡൽഹിയിൽ നമ്മൾ തണുപ്പാണെന്ന് അറിയുന്നത് കൊണ്ട് കുറച്ച് കുട്ടികൾക്കും നമുക്കും കുറച്ച് ഡ്രസ്സ്, ഈ സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ വിചാരിച്ചു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ആൻറ്റിമാർ നമുക്ക് ആദ്യം അതിനൊരു സൂചന തന്നു. അപ്പോൾ തന്നെ നമ്മൾ ആ കുഴപ്പമില്ല, സച്ചുവിനൊക്കെ ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ കാശ്മീരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടിക്ക് കുഴപ്പമുണ്ടാവില്ല നമ്മൾ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ കയ്യിലുള്ള ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം വലിയ തണുപ്പ്, മീൻസ് പകൽ മാത്രമേ തണുപ്പില്ല. ഇടയ്ക്ക് നമ്മളൊരു ട്രെയിനിൻ്റെ ഒരു സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് കുറേ നേരം നിന്ന് മടുത്തപ്പം പിന്നെ ഒരുപാട് പാടങ്ങൾ, കൃഷി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തണുപ്പുള്ള, ഞാൻ കാശ്മീർ പോയപ്പോഴാണ് കടുക് പാടമൊക്കെ കണ്ടത്. പക്ഷേ ഇത് ഡൽഹിയിലും പഞ്ചാബിലേക്കൊക്കെ പോകുന്ന വഴിക്കുണ്ടെന്ന് പിന്നീട് എനിക്ക് ഓർമ്മ വന്നു. അതേപോലെ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു പകൽ ആ ഒരു തണുപ്പ് കുറവും രാത്രിയിലും ഈ രാവിലെ നല്ല നേരത്തെ സമയങ്ങളിലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ വക കൃഷികളൊക്കെ ഉള്ളത്. നിലക്കടലകളുണ്ടായിരുന്നു, ഒരുപാട് പേരയ്ക്കത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കടുകുപാടം പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ട്രെയിനിൻ്റെ ആ ലോവർ ബർത്തിൽ ഇങ്ങനെ കിടന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഈ സെക്കൻഡ് എ സി ആകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കർട്ടൻസ് ഉണ്ടാവും. നമ്മുടെ ഈ ലോവർ ബർത്തൊക്കെ ആകുമ്പോൾ ആ ഒരു പാർട്ടിൽ കർട്ടൻ ഇട്ട് ശരിക്കും നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉള്ള പോലെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ സെറ്റിലാവുന്നു. രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് അപ്പർ ബർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പറിലേക്ക് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പോവുക. ബാക്കി ഈ സൈഡ് ലെവലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഈ പേരക്കയുടെ തോട്ടമാണ് കേട്ടോ ഇത്. പേരക്കൊക്കെ അവിടെ നല്ല ചീപ്പ് റേറ്റിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നാണ് ആൻറ്റിമാർ പറയുന്നത്. കാരണം അവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് നമ്മളെ കേരളത്തിനേക്കാളും കൂടുതൽ താമസിക്കാൻ സുഖം അവിടെയാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ പച്ചക്കറികളും ഒക്കെ ഭയങ്കര ഫ്രഷാണ്. പിന്നെ രാജസ്ഥാനിലധികവും അവർ എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസാണ് കൂടുതൽ കഴിക്കുകയെന്ന്. അവർ ഈ ഇറച്ചിയും മീനൊന്നും അധികം യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ പോയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് കിട്ടിയ ക്യാബിൻ്റെ ആ ഡ്രൈവറും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം അവരധികം ഈ മാംസാഹാരം കഴിക്കാറില്ല, പച്ചക്കറികളാണ് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പിന്നെ സവായ് മധുപൂർ അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. ആ ജംഗ്ഷൻ, അതൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മുടെ നാട്ടിൽ നിന്ന് ജയ്പൂരിലേക്ക് ഒരു ഡയറക്ഷനിലാണ് വന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക. അവിടെ വെച്ചിട്ട് നമ്മുടെ എൻജിൻ അവർ ചേഞ്ച് ചെയ്യും. എൻജിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടുത്തെ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നമ്മൾ കഴിക്കാത്ത, അല്ല നമുക്ക് കണ്ട് പരിചയമുള്ള കുറേ സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അധികവും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്.
അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി. തിരിച്ചു പോകുന്ന സമയത്ത് രാജസ്ഥാനോട് അടുക്കും തോറും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല കാണുമ്പോൾ നല്ല ഭംഗിയും പക്ഷെ അതേപോലെ ഭയങ്കര ഒരു ദുരൂഹത നിറഞ്ഞ പോലത്തെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി ജയ്പൂർ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് ഒരുപാട് പ്ലാറ്റ്ഫോമുള്ള ഒരുപാട് കമ്പാർട്ട്മെൻറ്റ് ഒരുപാട് പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ചു വന്നത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എ സിയിലാണ്. ഫസ്റ്റ് എ സിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു. ഇത് ജയ്സാൽമീറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് കേട്ടോ. അത് ജയ്സാൽമീറിൽ നിന്ന് എടുത്ത് ഡൽഹിയിൽ എൻഡ് ചെയ്യുന്ന ട്രെയിനാണ്. 15 മണിക്കൂറാണ് ഈ ട്രെയിന്. നമ്മൾ ഫസ്റ്റ് എടുത്ത സെക്കൻഡ് എ സി 36 മണിക്കൂറുള്ള ട്രെയിനാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂപ്പയാണ്. ഇതിപ്പോൾ 4 പേർക്കുള്ള കൂപ്പ. ഇവിടെ 2 സ്ഥലത്തും ആളുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ അവർ ഡൽഹി തൊട്ട് മുന്നേ ഉള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. തൊട്ടടുത്തുണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്ന കൂപ്പ എന്ന് പറയുന്നത് 2 പേർക്ക് മാത്രം. അങ്ങനെ ആകെ ഏകദേശം 3 കൂപ്പാസേ അവിടെ ഉള്ളൂ. 4 പേർക്കുള്ള 2 കൂപ്പയും പിന്നെ 2 ആൾക്കുള്ള ഒരു കൂപ്പയും. അങ്ങനെ ഏകദേശം ഇത്രയും കൂപ്പകൾ മാത്രമേ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഡോറൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ കയറാൻ വേണ്ടി സൈഡിൽ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ട്രെയിനേക്കാൾ എനിക്ക് സെക്കൻഡ് എ സി ട്രെയിനാണ് ഇഷ്ടപ്പെട്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി വൃത്തി കുറവുള്ള പോലെ, അല്ലെങ്കിൽ ട്രെയിൻ കുറച്ച് പഴയ ട്രെയിൻ പോലെ എനിക്ക് തോന്നി. അവർ മാക്സിമം വൃത്തിയാക്കി വെക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ട്രെയിനിന് ഒരു വൃത്തി കുറവുള്ള പോലെ തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് എ സിയിലാണ്. ബാത്റൂംസൊക്കെ പ്രത്യേകിച്ചും ഈ ബാത്റൂംസിലൊക്കെ പുറത്തുനിന്ന് വേറെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ സൈഡിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് അടി നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ലൈറ്റ് വെക്കാനുള്ളതും മീൻസ് നമുക്ക് ആവശ്യം വേണ്ടപ്പോൾ മാത്രം ഓപ്പൺ ചെയ്താലേ ഈ ലൈറ്റ് കത്തുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ഒക്യുപ്പൻസി ഇവിടുന്ന് കാണാൻ പറ്റും. മുകളിൽ കണ്ടില്ലേ ആ ഒരു ഇതിൽ ഈ പച്ച കത്തി കിടക്കാണ് വാക്കൻ്റ് ആണ്, റെഡ് ആണെങ്കിൽ അത് ഒക്യുപ്പൈഡ് ആണ്.